അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ആപ്ലിക്കേഷനുകളൊക്കെ സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളൊരു പേജ് തുറക്കുമ്പോൾ സാധാരണ വെബ്സൈറ്റുകൾക്കാണെങ്കിൽ ഒരു ഹോം പേജ് ഉണ്ടാവും ഇങ്ങനെ. ഇനി സ്ലാഷ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എബൌട്ട് നിർത്താൻ ഒരു എബൌട്ട് പേജ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇനി കോൺടാക്റ്റ് ആണെങ്കിൽ കോൺടാക്ട് പേജ് ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ റിയാക്ട് വെച്ച് ചെയ്യാൻ നോക്കാം. അപ്പം ഇതുവരെ നമ്മൾ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ആപ്പ് ഡോട്ട് JSX ഉണ്ടാവും. അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു, മെയിൻ ഡോട്ട് JSXനകത്ത് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പേജിൽ കാണും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോജിക്കലി ഇവിടെ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോ ഡോട്ട് ലൊക്കേഷൻ ഒക്കെ വേണ്ടി ഇതൊക്കെ ആക്സ് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അതിലും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ട് ഒരു പാക്കേജ് ഉണ്ട്. പിന്നെ നമ്മൾ റിയാക്ട് റൗട്ടർ നോക്കാം. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് npm ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടറിന് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഡോമും കൂടെ ഉണ്ട്. അപ്പോൾ റിയാക്ട് റൗട്ടറിന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ വേറെ ചേഞ്ചുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇങ്ങനെ പേജുകൾ ഉണ്ടാക്കാൻ നോക്കാം. പേജുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ റിയാക്ട് എല്ലാ സാധനങ്ങളും കമ്പണന്റുകളാണ്. അപ്പോൾ പേജുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പേജസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കണേ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോം പേജ് ഉണ്ടാക്കണേ. എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഹോം ഡോട്ട് JSX കൊടുക്കും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കമ്പണന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ എക്സ്പോർട്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എനിക്കിപ്പോൾ വേറെ ഒരു പേജ് വേണം. ഇപ്പോൾ പോസ്റ്റുകൾ എന്നാണ്, പോസ്റ്റസ് ഡോട്ട് JSX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കമ്പണന്റ് ആയി. ഇത് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുകയാണെ. ജസ്റ്റ് 2 പേജ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ബ്രൗസറിനകത്ത് നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് തുറക്കുമ്പോൾ ഇവിടെ ഹോം കാണിക്കണം. ഞാൻ ഹോം അല്ല സ്ലാഷ് പോസ്റ്റ് എന്നാണ് കൊടുത്തെങ്കിൽ അപ്പോൾ പോസ്റ്റ് എന്നുള്ള പേജ് കാണിക്കണം. അതങ്ങനെ കൊടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത്രേ ചെയ്തുള്ളൂ. പേജസ് മറ്റേ ഫോൾഡർ ഉണ്ടാക്കി അതിൽ 2 കമ്പണന്റ് ഉണ്ടാക്കി. നിങ്ങൾ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് മെയിൻ ഡോട്ട് JSX തുറക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സാധാരണ ബ്രൗസറുകളിൽ വെബ്സൈറ്റുകൾ കാണുമ്പോൾ ഇത് URL ആണ്. URL കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ലാഷ് ഇട്ടിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാവാം. ഇവിടെ ഒന്നുമില്ല. ഇതൊരു empty റൗട്ട് അല്ലെങ്കിൽ empty പാത്ത് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ പോസ്റ്റസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് പോസ്റ്റസ് എന്നുള്ളൊരു പാത്താണ്. ഇപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ എന്ന് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ എന്നുള്ള പാത്താണ്. അതിനാണ് നമ്മൾ പാത്ത് എന്ന് വിളിക്കുക. ഓക്കെ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുത്ത പാത്ത് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേജ് കാണിക്കണം. അതാണ് നമ്മൾ ഐഡിയ. അത് ഹാൻഡിൽ ചെയ്യുന്ന ആളെ നമ്മൾ റൗട്ടർ എന്ന് വിളിക്കുക. അതായത് നമ്മൾ പേജുകൾ മാറുന്ന ഹാൻഡിൽ ചെയ്യുന്ന സാധനത്തിന് നമ്മൾ റൗട്ടർ എന്ന് വിളിക്കുക. ആ റൗട്ടറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. കോൺസ്റ്റ് റൗട്ടർ എന്ന് പറയും. സാധാരണ വേരിയബിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ വിളിക്കുക, ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജിനകത്ത് നിന്ന് വരുന്നതാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങളിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ട് ആയിട്ട് റൗട്ട്സ് വന്നിട്ട് ഒരു അറേ എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അറേ ആയിട്ട് കൊടുക്കാം. ഈ അറേനകത്ത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ പറഞ്ഞു നമ്മളെ ബ്രൗസറിൽ നമ്മൾ URLനകത്ത് ഒരു പാത്ത് ഉണ്ടാവും. ആ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എലമെന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ റൗട്ടുകളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഇനീഷ്യലി കാണുന്ന പാത്ത് വെച്ചാൽ എംറ്റി ആയിട്ടുള്ള പാത്ത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എലമെന്റ് എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഹോമിലെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പാത്ത് എന്തായിരുന്നു, പോസ്റ്റുകൾ എന്നുള്ള പാത്ത്. ഞാനിവിടെ പോസ്റ്റസ് എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ എലമെന്റ് ആയിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്, നമ്മൾ പോസ്റ്റസ് എന്നുള്ള സാധനം കമ്പണന്റ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൗട്ടറിന് ഉണ്ടാക്കിയിട്ടോ, റൗട്ടറിന് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. ഇത് പേജിലേക്ക് കാണണമെങ്കിൽ നമ്മളത് ഇവിടെ ഇനിയിപ്പോൾ ആപ്പ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു സാധനം കൊടുക്കാം. നമ്മൾ റൗട്ടർ പ്രൊവൈഡർ എന്ന് വിളിക്കാം. റൗട്ടർ പ്രൊവൈഡർ നമ്മൾ സ്വന്തമായിട്ട് പ്രൊവൈഡർ ഒക്കെ ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ ഒരു കമ്പണന്റ് ആണ് റൗട്ടർ പ്രൊവൈഡർ. ഇത് റിയാക്ട് റൗട്ടർ ഡോം എന്നുള്ള പാക്കേജിനകത്ത് നിന്ന് വരുന്നതാണ്. അപ്പം ഇത് അതിനകത്ത് നിന്നാണ് ഇമ്പോർട്ട് ആയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ റൗട്ടർ പ്രൊവൈഡറിന് റൗട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ റൗട്ടർ ആയിട്ട് അങ്ങ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പേജ് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഹോമാണ്. ഇനിയിപ്പോൾ ഞാൻ പോസ്റ്റസ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ അതിലേക്ക് പോയി. ബേസിക്കലി നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും ഇത്രയുള്ള ഐഡിയ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമുക്ക് വേണ്ട പേജുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടും. രണ്ടാമത് എന്ത് ചെയ്യും, നമ്മളോട് ഒരു റൗട്ടർ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ വെച്ചിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഓരോ പാത്തും ആ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റും കൊടുക്കും. ഓക്കെ, ഇത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, ഈ റൗട്ടറിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫയലിനകത്താക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ SRCനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ലിബ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കി, ലൈബ്രറി എന്നുള്ള മീനിങ്ങിൽ കേട്ടോ. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, റൗട്ടർ ഡോട്ട് JSXന് കൊടുക്കണേ. ഡോട്ട് JS മാത്രം കൊടുത്താൽ വർക്കാവില്ല. കാര്യം കണ്ടോ, ഇതിലൊക്കെ JSX ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സാധനത്തിന് എടുത്തിട്ട് നമുക്ക് അപ്പുറം കൊടുക്കാം. ഓക്കെ, ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തു, എന്നിട്ട് ഇവിടെ കൊടുത്തു. ഇതിൽ നമുക്ക് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടായി. പിന്നെ ഹോമിന് ഇമ്പോർട്ട് ചെയ്യണം, അതും ഇമ്പോർട്ടായി. പോസ്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടായി. പിന്നെ റൗട്ടർ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് പുറത്തേക്കാണ് കൊടുക്കണം. അപ്പം എക്സ്പോർട്ട് ഡീഫോൾട്ട് റൗട്ടർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ഡോട്ട് JSXൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ കളയാം, ഈ സാധനം കളയാം, ആപ്പും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ, ഈ റൗട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ
സിമ്പിളായിട്ട് സാധനം കിട്ടിയില്ലേ? ഇനി നമ്മൾ പോസ്റ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്കങ്ങനെ ലിങ്ക് കൊടുക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഹോം പേജിന് എന്തെയാണ് ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇതിന് പകരം ഇവിടെ H1 കൊടുത്തിട്ട് അതിൽ ഹോം കൊടുക്കാം, എന്നിട്ട് ഇവിടെ HR കൊടുക്കാം. ഹോം പേജായി. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റ് എന്നുള്ള ഒരു ലിങ്ക് കൂടെ കൊടുക്കാം കേട്ടോ. ഞാൻ എന്താണ് ലിങ്ക് കൊടുക്കാൻ നമ്മൾ സാധാരണ കൊടുത്തിട്ടാണ് ലിങ്ക് കൊടുക്കുക. പക്ഷേ നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം സംഭവം വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് ലിങ്ക് എന്നുള്ളൊരു കമ്പണൻ്റ് ആണ് കൊടുക്കുന്നത്. ലിങ്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാതെ റിയാക്ട് റൗട്ടർ ഡോം എന്ന് വരുന്നതാണ്. അതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പോസ്റ്റിലേക്കാണ് പോസ്റ്റ് എന്ന് കൊടുക്കാം. സാധാരണ നമ്മൾ HREF എന്നുള്ള പ്രോപ്പർട്ടി ആയിരുന്നു, ഇത് 2 എന്നുള്ള പ്രോപ്പർട്ടി ആട്ടോ. ഇത് 2 നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്. ഓക്കെ, പിന്നെ കൊടുക്കാം. ഓക്കെ, ഞാൻ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇനി അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോസ്റ്റിലും ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു H1 ആയിട്ട് അതിനകത്ത് കൊടുക്കാം, ഇവിടെ ഒരു HR കൊടുക്കാം. പിന്നെ ഇവിടെ തിരിച്ച് ഹോമിലേക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ AL ഉപയോഗിക്കുക, ലിങ്ക് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ലിങ്ക് എന്നുള്ള കമ്പണന്റിനെ റിയാക്ട് റൗട്ടർ ഡോം ഒന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഹോം ഒന്ന് തിരിച്ചു കൊടുക്കാം. ആ ഹോമിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു // കൊടുക്കണം. എനിക്ക് സാധനം അതിനകത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആകെ വന്നിട്ടുള്ള ചേഞ്ച് ലിങ്ക് എന്നുള്ളൊരു കമ്പണന്റ് ആണ് ഉപയോഗിക്കുന്നത്, AL ഉപയോഗിക്കുന്നത്. ബേസിക്കലി അത് എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഹോം തുറന്നിട്ട് നമ്മൾ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ പേജ് റീഫ്രഷ് ഒന്നും ആവണില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു മാജിക് ആണ്. നമ്മൾ ഒരു പേജിൽ തന്നെയാണ് ഇത് നമ്മൾ SPA എന്ന് വിളിക്കുക, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. ഒരു പേജിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെങ്കിൽ നമുക്ക് കൈൻഡ് ഓഫ് ഒരു ഡിഫറെൻറ്റ് പേജിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് കിട്ടും. URL ഒക്കെ മാറുന്നുണ്ട്, പക്ഷേ ഇത് ഒരു പേജ് തന്നെയാണ്. ഇപ്പോഴുള്ള ഐഡിയ ഇത്രേ ഉള്ളൂ, പേജസിൽ വേണ്ട പേജുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടും കമ്പണൻ്റ് ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ റൗട്ടറിനകത്ത് ആ പേജുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഒരു റൗട്ടർ ഒബ്ജക്റ്റിന് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കും. അതിലൊരു അറേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യും. ഓരോ ഒബ്ജക്റ്റിലും അതിൻ്റെ പാത്തും അതിൻ്റെ റൗട്ടും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇനി അത് നമ്മൾ സംഭവം വർക്കാണെങ്കിൽ ഈ റൗട്ടർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ main.jsxനകത്ത് റൗട്ടർ പ്രൊവൈഡർ വെച്ചിട്ട് റൗട്ടർ എന്നുള്ള പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ഈ app.jsxന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായി, സംഭവം കുറച്ചും കൂടെ സിമ്പിൾ ആയില്ലേ? ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച JSON placeholder എന്നുള്ള API ഉണ്ടല്ലോ, ഇതിലെ ഈ ഒരു പോസ്റ്റ് എന്നുള്ള സാധനം നമുക്ക് മീൻസ് ഈ ഒരു പോസ്റ്റുകൾ നമുക്ക് നമ്മളെ പോസ്റ്റ് എന്നുള്ള പേജിനകത്ത് കാണിക്കണം. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പോസ്റ്റ് എന്നുള്ള പേജിൽ ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കുക, കോൺസ്റ്റ് പോസ്റ്റുകൾ സെറ്റ് പോസ്റ്റുകൾ. എന്ത് ചെയ്യാം, യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കാം. അതിനുള്ളിൽ ഇനീഷ്യലി empty ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാലി അറേ കൊടുക്കുകയാണ്. ഓക്കെ, യൂസ് സ്റ്റേറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് പോസ്റ്റുകളെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം, സിംഗ്ലണസ് ഫംഗ്ഷൻ ആയിട്ട്. ഓക്കെ, നേരെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അല്ലെ ഇങ്ങനെയുള്ള പ്രശ്നം പാര ഫംഗ്ഷൻ ആയിട്ട് എഴുതാണ്. ഫെച്ച് പോസ്റ്റുകൾ ടു സിങ്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാര ഫംഗ്ഷൻ എഴുതാം. ഇതിൽ നമുക്ക് ആദ്യം ഫെച്ച് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ലിങ്ക് കോപ്പിയാണ്. എന്താണ് റെസ്പോൺസ് എന്നിട്ടൊരു വേരിയബിളിൽ RES എന്ന് പറഞ്ഞിട്ട് അവൈറ്റ് ചെയ്തിട്ട് ഫെച്ചിനെ വിളിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അവൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, .json കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റന് കിട്ടും. ആ ഡാറ്റനെ നമുക്ക് നമ്മളെ പോസ്റ്റുകളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മളെ പോസ്റ്റുകൾ സെറ്റായി. ഇനി നമുക്ക് പേജ് ലോഡായി വരുമ്പോൾ തന്നെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂസ് എഫക്റ്റ് ഹുക്ക് ഉപയോഗിക്കാം. അപ്പോൾ യൂസ് എഫക്റ്റിൻ്റെ അകത്ത് 2 കാര്യങ്ങളായിരുന്നു കൊടുക്കേണ്ടത്. ഒന്നാമത്തത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ആ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് നമ്മളെ പേജ് ലോഡാകുമ്പോൾ വർക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഫെച്ച് പോസ്റ്റ് എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുകയാണ്. രണ്ടാമത്തത് നമ്മളെ ഡിപ്പെൻഡൻസി അറയാണ്. ഇതിപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ റൺ ആവേണ്ടുള്ളൂ പേജ് ലോഡാകുമ്പോൾ. അപ്പോൾ 4 ഡിപ്പെൻഡൻസി അറേ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് ലോഡാകുമ്പോൾ പോസ്റ്റുകൾ ലോഡ് ആവുന്നുണ്ട്. ഈ പോസ്റ്റുകൾ നമുക്കൊന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാം. ഇങ്ങനെ മാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മാപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ പോസ്റ്റുകൾ .മാപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ പോസ്റ്റിനെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ഐറ്റം കൊടുക്കാം. അല്ലെങ്കിൽ LI ടാഗ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പോസ്റ്റിൻ്റെ ടൈറ്റിൽ മാത്രം, പോസ്റ്റ് .ടൈറ്റിൽ മാത്രം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ, ഇതിന് ടൈറ്റിലാണെന്നുള്ളത്. ഇത് മാത്രമായിട്ട് കൊടുക്കാം. ഓക്കെ, ഉണ്ടോ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമ്പേർഡ് ആയിട്ട് കിട്ടണം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തം എടുത്തിട്ട് ഒരു ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഓയിലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇടാം. ഓക്കെ, അപ്പോൾ നമ്പേർഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഹോമിൽ ഒന്നുമില്ല, പോസ്റ്റിൽ മാത്രമല്ല. പോസ്റ്റിൽ മീൻസ് നമ്മളിപ്പോൾ ഇവിടെ കാര്യമായിട്ട് പഠിച്ച കാര്യം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പേജുകൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്താ ചെയ്തത്, പേജ് എന്നുള്ള ഫോണിനകത്തുള്ള പേജുകൾ ഉണ്ടാക്കി റൗട്ടറിനകത്ത് തന്നെ ഇമ്പോർട്ട് ചെയ്ത് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ പാത്തുകൾ ഉണ്ടാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ എലമെൻറ്റിനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ലോഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് ഫെച്ച് ചെയ്യാനുള്ള ഒരു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ആ പോസ്റ്റുകൾ നമ്മളെ പേജിനകത്ത് കാണിച്ചു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ JSON പ്ലേസ് ഹോൾഡർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ post/1 കാണാം. ഓക്കെ,
1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടും. 2 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടും. 3 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഏത് പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. സോ ഞാൻ 1 2 3 ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് റൗട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പോസ്റ്റുകളിൽ പോസ്റ്റ് എന്നുള്ള റൗട്ട് ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തു. ഈ post/1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പോസ്റ്റ് കാണിക്കണം, അതിന്റെ ടൈറ്റിലും അതിന്റെ സാധനങ്ങളൊക്കെ കാണിക്കണം. ഇപ്പം തൽക്കാലം എററാണ് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു റൗട്ട് ഇല്ല. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കാം, നമുക്ക് ഇപ്പം അറിയാവുന്ന വഴി എന്താ? ഒന്നുമില്ല. നമ്മൾ ഓരോ പോസ്റ്റിനും ഓരോ പേജുകൾ ഇങ്ങനെ ഉണ്ടാക്കി ഇടണം. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും? റൗട്ടറിനകത്ത് ഓരോ പാത്ത് ഇങ്ങനെ ഇവിടെ പുതിയൊരു പാത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ പാത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പം post/1 ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഇനിയിപ്പം അടുത്ത വേണമെങ്കിലോ post/2 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നേരം വെളുത്തൂല അല്ലേ? ഇത്രയും സാധനം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ പോസ്റ്റ്/ ഡൈനാമിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെ ഡൈനാമിക് റൗട്ട്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു പുതിയ പേജ് ഉണ്ടാക്കുകയാണ്, details.jsx. ഇപ്പം എന്നിട്ട് ഇവിടെ ഞാൻ നമ്മളെ ഹോമിൽ നിന്ന് സാധനം കോപ്പി പേസ്റ്റ് ചെയ്യുന്ന നടത്തുന്നത് എന്താണ്, ഇവിടെ പോസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തിരിച്ച് ഒരു ബാക്ക് ബട്ടൺ പോലെ കേട്ടോ. ഓക്കെ, ഇവിടെ ഹോമിൽ നിന്നുള്ള മാറ്റി ഡീറ്റെയിൽസ് ആക്കാം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റ്/ എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഡീറ്റെയിൽസ് പേജ് കാണിക്കണം. എന്തെങ്കിലും ഒരു പ്ലേസ് ഹോൾഡർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ID കൊടുക്കാം കേട്ടോ. അപ്പോൾ post/ന് എന്ത് വന്നു കഴിഞ്ഞാലും ഇതാണ് ഇവിടെ നമുക്ക് പോസ്റ്റിന് പകരം നമ്മുടെ ഡീറ്റെയിൽസ് പേജ് ആണ് വരിക. ഓക്കെ, നമുക്ക് എന്താ നടക്കണം നോക്കാം. 1 ആണെങ്കിലും 2 ആണെങ്കിലും post/3 ആണെങ്കിലും 4 ആണെങ്കിലും ഒക്കെ ഇത് തന്നെ വരും. ഐഡിയ കിട്ടിയില്ലേ? അപ്പം ഇനി ബാക്ക് ബട്ടൺ നമുക്ക് ഒന്നും ശരിയാക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുത്താലേ സാധനം വർക്കാവുള്ളൂ. ഓക്കെ, അപ്പം പോസ്റ്റ് എന്നുള്ള പേജ് ഉണ്ട്. ഇനി post/1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് പേജ് കിട്ടും. 2 ആണെങ്കിൽ 2 കിട്ടും, 3 ആണെങ്കിൽ 3 കിട്ടും. അപ്പം ഡൈനാമിക് ആയിട്ട് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നതിന് ഇവിടെയൊക്കെ ഓരോ പോസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ റൗട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ ജസ്റ്റ് എന്താ ഒരു കോളൻ ഇട്ടിട്ട് ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് ആണ്. പിന്നെ post/ എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഒരു സാധനമാണ് വർക്കാവും. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ കൊടുത്ത ഈ ID ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽസിലേക്ക് കിട്ടണം. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹുക്ക് ഉണ്ട്. അപ്പം ഞാൻ കോൺസ്റ്റ് എന്ത് ചെയ്യാണ്, യൂസ് പാരാംസ് എന്നുള്ള ഒരു ഹുക്ക് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ യൂസ് പാരാംസ് എന്നുള്ളത് നമ്മൾ റിയാക്ട് റൗട്ടർ ഡോമിലുള്ള ഒരു ഹുക്കാണ്. ഈ ഹുക്കിന്റെ പ്രത്യേകത ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുത്ത പ്രോപ്പർട്ടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അവിടെ വേണമെങ്കിൽ കൺസോൾ ലോഗ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇൻസ്പെക്ട് അടിച്ച് ഇങ്ങോട്ട് പോയി കൺസോൾ വന്നിട്ട് കണ്ടോ ID 3 കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ post/5 കൊടുത്തെങ്കിലോ 5 കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ ഡൈനാമിക് ആയിട്ടൊരു റൗട്ട് ഉണ്ടാക്കി post/ID, എന്നിട്ട് ആ റൗട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് പേജാണ് ലോഡ് ആവുന്നത്. ആ പേജിലേക്ക് നമുക്ക് ID കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് പാരാംസ് എന്നുള്ള ഹുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതിന്റെ ഉപയോഗം എന്താ? ഈ ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പോസ്റ്റിനെ മാത്രം ഫെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതാം. ഇപ്പം കോൺസ്റ്റ് ഫെച്ച് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ res = അവൈറ്റ് ചെയ്തിട്ട് ഫെച്ച് വിളിക്കാം. ഫെച്ച് വിളിക്കുമ്പോൾ നമ്മൾ അതൊരു ഡൈനാമിക് URL ആണ്. ഉണ്ടോ, post/ ഒരു ID ഉണ്ട്. നമ്മൾ അത് അതേപോലെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ IDക്ക് പകരം നമ്മൾ ഇവിടുന്ന് കിട്ടിയ ID നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രിങ് വെച്ച് കൊടുക്കാം. ഇനി അതിന്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് ചെയ്യാം. അവൈറ്റ് res.json. ഓക്കെ, ഇതാകുമ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാണ് ഡാറ്റ എന്താണെന്നുള്ളത്. ഇനി നമുക്കിത് പേജ് ലോഡ് ആകുമ്പോൾ വർക്കാണെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് എഫക്റ്റിന് ഉപയോഗിക്കാം. യൂസ് എഫക്റ്റിനകത്ത് അരോ ഫംഗ്ഷൻ കൊടുക്കാം. അരോ ഫംഗ്ഷനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫെച്ച് പോസ്റ്റിനെ വിളിക്കാം. എന്നിട്ട് ഡിപ്പെൻഡൻസി അറേ empty ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂസ് എഫക്റ്റ് പേജ് ലോഡ് ആകുമ്പോൾ ലോഡ് ആയിക്കോളും. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, കണ്ടോ, ഇനി നമ്മൾ 1 കൊടുക്കുമ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് ലോഡായി വരുന്നുണ്ട്, 2 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പോസ്റ്റ് ലോഡായി വരുന്നുണ്ട്, 3 കൊടുക്കുമ്പോൾ മൂന്നാമത്തെ പോസ്റ്റ് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഏത് ID കൊടുത്തു കഴിഞ്ഞാൽ ആ പോസ്റ്റിനെ ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പം അത് നമുക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കിയാൽ മതി. എന്ത് ചെയ്യാം, കോൺസ്റ്റ് പോസ്റ്റ് സെറ്റ് പോസ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു യൂസ് സ്റ്റേറ്റ് ഇനീഷ്യലി empty കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുണ്ടാവും, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ലോഗ് ചെയ്യായിരുന്നു ചെയ്തത്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് പോസ്റ്റ് വെച്ചിട്ട് ആ കിട്ടിയ ഡാറ്റയിൽ നമുക്ക് പോസ്റ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ പോസ്റ്റിനെ നമ്മളെ പേജിലേക്ക് കാണിക്കണം. അഥവാ പേജിന്റെ ഹെഡിങ് ആയിട്ട് ഈ പോസ്റ്റ് ഡീറ്റെയിൽസ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പോസ്റ്റിന്റെ ടൈറ്റിൽ. ഓക്കെ, പോസ്റ്റിന് എന്തൊക്കെ ഉള്ളത്, ടൈറ്റിൽ ഉണ്ട്, പിന്നെ ബോഡി ഉള്ളത്. ഓക്കെ, HR കഴിഞ്ഞിട്ട് പാരഗ്രാഫ് എന്ത് ചെയ്യാം, പോസ്റ്റിന്റെ ബോഡി കാണിക്കണം.
അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂസ് സ്റ്റേറ്റിൻ്റെ എറർ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ കനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിഫൈൻഡ്. ഇത് നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് പറ്റുന്ന എറർ ആട്ടോ. ഒന്നുമില്ല, നമ്മൾ ഇനീഷ്യലി കണ്ടോ പോസ്റ്റ് സെറ്റ് പോസ്റ്റ് യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇനീഷ്യലി ഇത് എന്തായിരിക്കും അൺഡിഫൈൻഡ് ആയിരിക്കും. കാരണം എന്താ, ഈ ഫെച്ച് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു അസിഗ്നസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് അവിടെ പോയി ഇവിടെ എത്തണ്ടേ. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഈ സാധനം ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ പേജിനകത്ത് പോസ്റ്റിന്റെ ടൈറ്റിലും പോസ്റ്റിന്റെ ബോഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഇത് കാലിയല്ലേ. അപ്പോൾ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് ഡോട്ട് ടൈറ്റിൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എറർ വരും. അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത് അൺഡിഫൈൻഡും വന്ന് ടൈറ്റിലിനെ വിളിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് പോസ്റ്റ് ഈക്വൽ അൺഡിഫൈൻഡ് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പോസ്റ്റ് ഇല്ലെങ്കിൽ നോട്ട് പോസ്റ്റ്. പക്ഷേ പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലോഡിങ് കൊടുക്കാം. റിട്ടേൺ എന്ത് ചെയ്യാം, ഞാൻ ഒരു ഡിവിനകത്താക്കിയിട്ട് ലോഡിങ് എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. വേണ്ട, അവിടെ ലോഡിങ് കാണിച്ചില്ലേ. ഇനി പോസ്റ്റ് കറക്റ്റായിട്ട് ലോഡ് ആയിക്കോളും. 5 അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ലോഡിങ് എന്നുള്ള വാരിയബിളൊക്കെ വെച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈഫിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു വാരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇതൊരു വാരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാല്യൂ ഉണ്ടെങ്കിലേ ഈഫ് വർക്ക് ആവുള്ളൂ. ഇപ്പോൾ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എം ടി ആണെങ്കിൽ ഇതിൻ്റെ മീനിങ്, മീൻസ് അൺഡിഫൈൻഡ് ആണെങ്കിൽ ഇതിൻ്റെ മീനിങ്. അപ്പം പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ മീൻസ് നമ്മളെ ഈ ഫംഗ്ഷൻ ഒന്നും വർക്ക് ആയിട്ടില്ല, പേജ് ലോഡ് ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലോഡിങ് ഇങ്ങോട്ട് കാണിക്കും. ലോഡായി കഴിഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റിനുള്ളിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ഡോട്ട് ടൈറ്റിലും പോസ്റ്റ് ഡോട്ട് ബോഡി ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളവിടെ കാണിക്കാൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ഇതിനൊക്കെ ലിങ്ക് ആക്കി അങ്ങ് മാറ്റാം. നമ്മളിപ്പോൾ ചെയ്തെന്താ, നമ്മൾ പോസ്റ്റ് എന്നുള്ള പേജിനകത്ത് ജസ്റ്റ് ഒരു LI ആ കൊടുത്തത്. LI മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഒരു ലിങ്ക് ആയിട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലിക്കബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മളെ ലിങ്ക് എന്നുള്ള സാധനത്തിന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ലിങ്കിൻ്റെ ഉള്ളിൽ ഞാനവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് സെയിം പേജിലേക്ക് തന്നെ ഉണ്ടാവും. താഴെ പോസ്റ്റ് എന്നുള്ള ലിങ്കാണ്. അപ്പോൾ ഒന്നാമത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് സ്ലാഷ് ഒന്നാമത്തതാണ്. രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് സ്ലാഷ് രണ്ടാമത്തതാണ്. അതായത് ലിങ്കിൻ്റെ 2-നകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടെംപ്ലേറ്റ് സ്ട്രിങ് കൊടുക്കണം. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രിങ്ങിന് നമ്മളെ ബാക്ടിക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോസ്റ്റിൻ്റെ ID ഉണ്ടല്ലോ, പോസ്റ്റ് ഡോട്ട് ID ഫോർവേഡ് സ്ലാഷ് എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞാൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ കേസറൊക്കെ കണ്ടോ, പോസ്റ്റ് സ്ലാഷ് 1 പോസ്റ്റ് സ്ലാഷ് 2 ഇത് 3. അപ്പോൾ നമുക്കിങ്ങനെ ഏതിലും ക്ലിക്ക് ചെയ്തിട്ട് ആ പോസ്റ്റിനെ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഏത് പേജും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടുതൽ പേജുകളുള്ള ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. നമ്മൾ ആദ്യം പേജുകളൊക്കെ സാധാരണ കമ്പണൈൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ പേജസ് എന്നുള്ള ഒരു ഫോറിനകത്താക്കി കൊടുക്കും. രണ്ടാമത്തത് ആ പേജുകൾ നമ്മൾ റൗട്ടർ എന്നുള്ള ഒരു ഫയലിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു റൗട്ടറിൻ്റെ ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് നമ്മളൊരു അറേ ആയിട്ട് നമ്മളെ പേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളെ റിയാക്ട് ആപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റൗട്ടുകളും എല്ലാ പാത്തുകളും ഇങ്ങനെ കൊടുക്കുക, കോമ സെപ്പറേറ്റ് ചെയ്തിട്ട്. ഓരോ റൗട്ടിനും ഒരു പാത്ത് ഉണ്ടാവും, കറസ്പോണ്ടായിട്ട് എലമെന്റ് ഉണ്ടാവും. അപ്പം ഡിഫോൾട്ട് ആയിട്ട് പേജ് പറഞ്ഞാൽ ഹോം വരും. പിന്നെ നമ്മൾ പോസ്റ്റ് എന്നുള്ള ആ ഒരു പാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോസ്റ്റ് വരും. പിന്നെ പോസ്റ്റ് സ്ലാഷ് ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരും. അപ്പം ബേസിക്കലി ഇതൊരു ഡൈനാമിക് റൗട്ടാണ്. ഡൈനാമിക് റൗട്ടിന്റെ പ്രത്യേകത നമുക്ക് പോസ്റ്റ് സ്ലാഷ് എന്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് വർക്കാവുക. അപ്പോൾ ഇതിനകത്ത് ID കിട്ടണമെങ്കിൽ നമ്മളെ യൂസ് പാരാംസ് എന്നുള്ള ഈ ഒരു ഹുക്ക് റിയാക്ട് റൗട്ടർ ഡോം എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ID ഇവിടത്തേക്ക് എടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇത് വർക്കാണെങ്കിൽ നമ്മൾ മെയിൻ ഡോട്ട് JSXനകത്ത് റൗട്ടർ പ്രൊവൈഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ റൗട്ടറിനെ നമ്മൾ കൊടുക്കാം. റൗട്ടറിനെ സാധാരണ നമ്മൾ ലിബ് എന്നുള്ള ഫോൾഡിനകത്തായിട്ട് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മെയിൻ ഡോട്ട് JSXനകത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിലും കുറേയും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് റൗട്ടറിനെ പറ്റി പിന്നെ ഒരു വീഡിയോയിൽ പഠിക്കാം. ബേസിക് ആയിട്ടുള്ള സാധനം മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ.